അസ്സലാമലൈക്കും. അപ്പോൾ എന്തെല്ലാവരും വർത്താനം സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഇന്നലത്തെ വീഡിയോ കണ്ടൊരു കറി ഉണ്ടാവട്ടെ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കുടിയിലാട്ടാ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കുടിയിലത്തെ വിശേഷങ്ങളാട്ടാ. അപ്പോൾ ഇതാ രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുറ്റത്തിറങ്ങിയപ്പോൾ അതാട്ടാ പാത്രക്കാരൻ പോണ്. കുറേ കാലത്തിന് ശേഷമായിട്ട് ഈ ഒരു കാഴ്ച കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മുറ്റത്ത് കൂടെ ഇങ്ങനെ നടന്നപ്പോൾ എറുമ്പും കായ് നോക്കിയിട്ടാ. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ വല്ലാതെ പൂത്തിട്ടില്ല, എന്നാലും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒരു ചുവന്ന കളറുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ പൊട്ടിച്ചാനായിട്ടില്ലല്ലോ. പിന്നെ അവിടെ ഇങ്ങനെ മുട്ടിത്തിരിഞ്ഞ് നടന്നപ്പോൾ റോട്ടുമ്മ കൂടെ തേങ്ങ ഇടുന്ന ആൾ പോകണിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ പപ്പാളെ വിളിച്ചിരുത്തിയിട്ട് തേങ്ങ ഇടിച്ചിരുന്നു കേട്ടോ. പാവ നല്ല പ്രായമായ കാക്കട്ട ഇങ്ങനെ തെങ്ങ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് എന്തോ ഒരു ബേജാറിട്ടാ. കാരണം അതിന് സത്യം പറഞ്ഞാൽ എനിക്ക് കയറാനും ഇറങ്ങാനൊന്നും വെച്ചാലുള്ള പ്രായമുണ്ട്. അങ്ങനെ പിന്നെ നിന്നപ്പോൾ എൻ്റെ അമ്മമ്മേൻ്റെ കൃഷിസ്ഥലം കേട്ടോ, വാർപ്പിൻ്റെ മേലെ. കാരണം താഴെ വല്ലാത്ത സ്ഥലമില്ലാത്ത കാരണം അതേമാതിരി അമ്മമ്മ ഇങ്ങനെ കഞ്ഞിക്കൂർക്കയും മുളകും കറ്റർവാഴ ചീര പിന്നെ അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ മേലെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത് കറ്റർവാഴ കേട്ടോ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ. ഓരോരോ വലിയ വലിയ തൈകളൊക്കെ അത് തന്നെത്താനെ പൊട്ടി വീണിക്കണം കേട്ടോ. എന്നിട്ടും അത് അവിടെ കടന്നുണ്ടായിരിക്കണം. ഞാനാ പറയുന്നത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കുഴിച്ചിട്ടാലും കൊണ്ട് ഉണ്ടായി കിട്ടൂല. ഞാൻ തിരൂരിങ്ങനെ വല്ല കുട്ടികളെ നോക്കണം മാതിരി നോക്കും, എന്നാലും കാണാം അത് സത്യത്തിൻ്റെ പാതിര കൊണ്ട് വലുതായി വരൂല കേട്ടോ. വെച്ച അതേമാതിരി ഇരിക്കണം. ഇതൊക്കെ നോക്കി നിങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതമായിട്ട് എനിക്ക്. കാരണം ഈ ഒരു കറ്റർവാഴ ഈ വീഡിയോയിൽ കാണാൻ മാത്രമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല വലിയ കറ്റർവാഴ കേട്ടോ. ഇതിൻ്റെ ഒരു ഇതളും മതി നമുക്ക്, അത്യാവശ്യം തോനുണ്ട്. നല്ല കട്ടിയും കാനൊക്കെ ഉള്ള കറ്റർവാഴൻ്റെ തൈ ഇട്ടത് കുറേ കാലമായിട്ടുണ്ട് ഈ ഒരു തൈ. അതിനകത്ത് കുട്ടികളും മക്കളൊക്കെ കഴിക്കണം കേട്ടോ. ഇതിൻ്റെ കുട്ടികളും മക്കളായിട്ടപ്പോൾ ആ നിലത്താണ് കിടക്കണത്. ഇത് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജിൻ്റെ കൊട്ട ഉണ്ടാവുമല്ലോ, ആ കൊട്ടയിൽ ഉണ്ടാക്കിയാട്ടോ. ഇതിൻ്റെ ഒരു കാരണം തോന്നുന്നു. അത് ഫ്രിഡ്ജിൻ്റെ കൊട്ടൊക്കെ പൊട്ടി ഒരു വെയിറ്റ് കഴിക്കണം, പക്ഷെ എന്നാലും ആ തയ്യിന് ഒരു കേടുമില്ല കേട്ടോ. മാഷാ അല്ലാ, നല്ല വലിയ തയ്യാട്ടത്. ഞാൻ ഈ ഇതേമാതിരി ഉമ്മാൻ്റെ കൂടി പോകുമ്പോഴൊക്കെ ആ തയ്യൊന്ന് പോയി നോക്കും കേട്ടോ. കാരണം ആ കാണുമ്പോൾ എനിക്കെന്തോ അത്ഭുതമാണ്. കാരണം അത്ര വലുത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ കറ്റർവാഴ. കാരണം നമ്മളൊക്കെ കാണും കുഞ്ഞു കുഞ്ഞു തയ്യാളൊക്കെ, അത് നമുക്ക് വലിയ അത്ഭുതമായിട്ടേന്ന്. ഇത് ഉമ്മാൻ്റെ കൂടി ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ അത്ഭുതം കേട്ടോ. കാരണം ഓട് അങ്ങനെ ഇങ്ങനെ നോക്കൊന്നുമില്ല, അതവിടെ തന്നെത്താൻ അങ്ങനെ ഉണ്ടായതാട്ടോ. അല്ലാതെ നനക്കൂല, എപ്പോഴേലൊക്കെ നനക്കുള്ളൂ. ഞാനൊക്കെ വല്ല കുട്ടികളെ നോക്കണ മാതിരി ഇത് ഇടക്കും തലക്കും അതിന് ഓരോ വളം ഇട്ടിട്ടും വെള്ളം ഒഴിച്ചിട്ടും ഉള്ളിത്തോലും തക്കാളിത്തോലും ഒക്കെ കൊണ്ടുപോയി ഇട്ടെടുക്കും. എന്ത് ചെയ്തിട്ടെന്താ, അതാ ജീവനില്ലാതെ അങ്ങനെ തന്നെ നിൽക്കും. നോക്കാത്ത മുതലൊക്കെ കേട്ടോ ഈ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇവലും ഉമ്മമ്മീട്ട് എന്താ ചെയ്യുക വെച്ചാൽ ഈ വാർപ്പിൻ്റെ മേലത്തെ ഈ ഇതുണ്ടാവില്ല ഇച്ചിൽ, അത് ഇതേമാതിരി ഉണങ്ങി പൊടിയാവുമ്പോൾ അതൊക്കെ ഇട്ടെടുക്കും ഈ ചെടികൾക്ക്. അതാട്ടോ ഇവിടുത്തെ വളമ. അത് നല്ല വളമേട്ട് എൻ്റെ അമ്മി പണ്ട് ഇതേമാതിരിയൊക്കെ കാട്ടിന്നിട്ട് അങ്ങനെ മുളകിനും തക്കാളിക്കൊക്കെ ഇട്ടെടുത്തിട്ട് ചെടികൾക്കൊക്കെ ഇട്ടെടുക്കും. നല്ല ഉഷാറുണ്ടാവും ചെയ്യട്ടാ. അങ്ങനെ പിന്നെ അമ്മമ്മ ചീനമുളക് നുള്ളിന്നിട്ടാ. ചീനമുളകും ഉണ്ട്, പിന്നെ അതേമാതിരി വെള്ള മുളകും ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആ നീണ്ട മുളകുണ്ടല്ലോ കടിയിട്ട് ആ മുളകൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ അമ്മമ്മേൻ്റെ ഒരു കൃഷിസ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നപ്പോൾ എൻ്റെ അമ്മമ്മ പറഞ്ഞു ഇങ്ങോട്ട് മേലേക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അമ്മമ്മേൻ്റെ കൃഷിസ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കയറി നിന്നിട്ട് ഞാൻ പിന്നെ ചുവന്ന ചീരയും പിന്നെന്താ മഞ്ഞളാണോ ഇനി എന്താന്നാവട്ടെ ആ ഒരു കൊട്ടയിലുണ്ടായിന്. അപ്പം ഞാനത്ര കാട്ടി അവിടെ ഏതായാലും ഒരു തൈ ഇങ്ങനെ കിടക്കണ്ടായി, 2 തൈ ഉണ്ടായിരുന്നു. അതിലത്തെ ഒരു തൈ ഞാൻ എൻ്റെ പെരയിൽ കുഴിച്ചിടാറിട്ട് അതിലത്തെ ഒന്നെടുത്ത് പോന്നു കേട്ടോ. അതൊക്കെ നോക്കി എന്നത്തോ കാലം പൊട്ടി വീണതാണ്. പക്ഷെ ആ തൈയിന് ഒരു കേടുമില്ല കേട്ടോ. ആ ഇലക്ക് അതേമാതിരി എല്ലാം ഉഷാറിന് നിൽക്കുന്നുണ്ട്. ഞാൻ തിരൂർ കുഴിച്ചിട്ടതൊക്കെ അതേമാതിരി ഇല ഇങ്ങനെ ചീഞ്ഞ് പോകും. എന്നിട്ട് ഒരു 3-4 ഇലമ്പ അവിടെ നിൽക്കും കേട്ടോ. അതോട്ട് വലുതാവില്ല, എന്നും അതേ ഒരു വലിപ്പാവും. അങ്ങനെ പിന്നെ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അതേമാതിരി ആ ചേട്ടന് അപ്പുറത്തത്തെ തെങ്ങുമ്മത്തെ ഇടയിൽ കഴിഞ്ഞിട്ട് പുറത്തത്തെ തെങ്ങുമ്മക്ക് തേങ്ങ ഇടാൻ വന്നു കേട്ടോ. അപ്പം ഞങ്ങളിത് വലിയ പൊലിവിലിരുന്ന് ഇങ്ങനെ നോക്കി കേട്ടോ. അത് ആരൊക്കെ വെച്ചാൽ ആ തിളക്കുള്ളത് രണ്ടും എൻ്റെ അമ്മേൻ്റെ കുട്ടിയും പിന്നെ എൻ്റെ അപ്പുറത്ത് ഇരിക്കണത് എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാട്ടോ. അങ്ങനെ ഞങ്ങൾ 4 ആൾക്കാരും തിണ്ടുമ്പോൾ ഒരു വരിക്ക് ഇരുന്നിട്ട് ഇതേമാതിരി തേങ്ങ ഇടണം നോക്കിയിരിക്കാം കേട്ടോ. ലാസ്റ്റ് പിന്നെ ഞങ്ങളവിടുന്ന് നീച്ചു വന്നു. തേങ്ങക്ക് ഇതിൽ സ്ട്രോങ് കൂടിയെന്ന് കണ്ടപ്പോൾ വേഗം നീച്ചു കേട്ടോ. കാരണം കൊലയുമ്മക്കും തേങ്ങ തെറിച്ചും. അപ്പം അങ്ങനെ അവിടെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം പിന്നെ വേഗം അവിടുന്ന് നീച്ചു പോകുന്നിട്ടാ. അപ്പം എൻ്റെ ഉപ്പ കാര്യം നോക്കട്ടെ, തേങ്ങ ഇടണതൊക്കെ നോക്കി നിൽക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കൊലയിൻ്റെ ഈ സൈഡൊക്കത്തെ തേങ്ങ ഇടാൻ വേണ്ടി കയറിയപ്പോൾ ഈ ചങ്ങായി എറുമ്പങ്കായിൻ്റെ മരം മുറിച്ചിട്ടുണ്ട് കേട്ടോ. ആ കൊമ്പും ചുള്ളിയൊക്കെ വെട്ടിയിട്ടാട്ടോ. കാരണം അതിനകണ്ട് കയറാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞല്ലോ പ്രായമായ ആളുമാണ്. അതിന് വല്ലാതെ എങ്ങനെ എന്താ പറയുക സ്പീഡാണ് കയറാൻ വെച്ചത്. അങ്ങനെ വെല്ലം അങ്ങനെ കയറണ കാണുമ്പോൾ നമുക്ക് എന്തോ ബേജാറിട്ടാ. കാരണം ഒന്ന് നോക്കും പിന്നെ ഒന്ന് കയറും, ഒന്ന് നോക്കും, എന്തോ ഒരു ഇടങ്ങേറാണ് കാണുമ്പോൾ. എന്തായാലും അതിൻ്റെ കഷ്ടപ്പാട് കൊണ്ടല്ലേ കാരല്ലേ ഇത്ര ഇടങ്ങേറായിട്ട് പണിയെടുക്കണം. ഞാൻ അതൊക്കെ ആയിട്ട് ചിന്തിച്ചു നമ്മളെ ഉപ്പാരെക്കൊണ്ടൊക്കെ ഇങ്ങനെ അല്ലേ കാര്യം അവർക്ക് വെയ്ക്കൂലെങ്കിലും ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള അത്രയും കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കുമല്ലോ. എനിക്ക് ആ ചേട്ടൻ ഇങ്ങനെ കയറണപ്പോൾ സങ്കടം വരിക കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും അത് തെങ്ങുമ്പോൾ കയറിയപ്പോൾ ഇതാ കുട്ടികൾക്ക് ഇതേമാതിരി എറുമ്പങ്കായിൻ്റെ കൊമ്പും ചുള്ളിയൊക്കെ മുറിച്ചെടുത്തുക്കണം കേട്ടോ. പിന്നെ 3 അതിന് വേണ്ടിയിട്ടുള്ള തല്ലും യുദ്ധമായിരുന്നു കേട്ടോ. ആ കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ, എന്താപ്പാ തല്ലും യുദ്ധം എന്നാ. എറുമ്പങ്കായി കാണാത്ത മാതിരി ഉണ്ടല്ലേ. പക്ഷേ എറുമ്പങ്കായി എന്താ വെച്ചാൽ പൂത്തിട്ടൊന്നുമില്ല കേട്ടോ. ഈ പച്ച തിന്നാനാണ് ഇപ്പോൾ ആ യുദ്ധം വെട്ടുന്നത്.
അങ്ങനെ എന്തായാലും മത്സരം കേട്ടോ അപ്പോൾ അവിടെ ഉറുമ്പൻകായ്ക്കുള്ള. പിന്നെ ആ പൊട്ടന്മാർ കാണാത്ത 2 പോത്ത്, വലിയ പോപ്പൊന്നും ആയിട്ടില്ല, എന്നാലും ഇങ്ങനെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നിട്ട് അത് വേഗം ഞാൻ പൊട്ടിച്ചിട്ടാ. ഓല് ആ പച്ചക്ക് വേണ്ടിയിട്ട് അവിടെ തല്ലുകൂടിക്കോട്ടെ, പോത്ത് ഞാനും കൂടെ പൊട്ടിച്ചെടുത്തിട്ടാ. അങ്ങനെ അപ്പം എൻ്റെ അമ്മേൻ്റെ കുട്ടി ഇപ്പം അത് കണ്ട്, അപ്പോൾ ഓളെ കഴിക്കണ്ടിട്ടാ. അപ്പോൾ എന്നോട് റിംതാത്ത ഇതും കൂടി വെച്ചാളി പറഞ്ഞിട്ട് ഓളെ കൈക്കുള്ളൊക്കെ കൂടി ഓളിൻ്റെ കൈക്കൊക്കെ വെച്ചെന്നിട്ടാ. എൻ്റെ അമ്മാൻ്റെ കുട്ടിയിലത്തെ കുട്ടികളൊക്കെ റിംതാത്ത റിംതാത്ത എന്നിട്ടാ വിളിച്ചത്. ഒക്കെ റിമിയെ റിമിയെ എന്നൊക്കെ വിളിച്ചത്, പേരൊക്കെ ഇട്ടാ വിളിച്ചത്. എന്തോ ഒരു ബഹുമാനല്ലേ. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ കേട്ടാ, വലിയവരും ചെറിയവരും കുട്ടികളും മക്കളും ഒക്കെ അങ്ങനെ തന്നെ കേട്ടാ വിളിച്ച. അങ്ങനെ പിന്നെ എന്തായാലും ഓള് എൻ്റെ കൈക്ക് വെച്ചുന്ന സാധനങ്ങളൊക്കെ അതാ ഓൾ അങ്ങനെ തന്നെ തിരിച്ച് വിളിച്ചിരിക്കണം കേട്ടാ. പിന്നെ അങ്ങനെ ഓൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് വെച്ചെന്നാത്രേ, ഞാനതറിയില്ല, ഞാൻ ഗതിക്ക് തിന്നാൻ തന്നാണെന്ന്. അതേമാതിരി ഓള് വേങ്ങുകയും ചെയ്തു. എന്നിട്ട് ഒക്കെ കൂടി ഒരു തിണ്ടുമ്മ ഇട്ടിട്ട് 3 ആളും കൂടി ഇരുന്ന് തിന്നാട്ടോ. അപ്പോൾ ഓലെ മുഖത്തുള്ള ആ ഒരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, മുഖഭാവം കണ്ടില്ലേ. ഭയങ്കര പുളിയിട്ട, കാരണം എന്താ വെച്ചാൽ ആ പച്ചയാണ്. അപ്പോൾ പൗത്താൽ നല്ല രസമായിക്കാരട്ടെ, ചെറിയ പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല രസമാവും. ഇത് പച്ചായ കാരണം പിന്നെ അങ്ങനെ ഭയങ്കര പുളിയായിക്കാരം, വലിയ രസം തോന്നില്ല. എന്നാലും പുളി ഉണ്ടാകുമ്പോൾ ഇതേമാതിരി ഉപ്പിലൊക്കെ ഇടും അത്ര ഈ ഒരു സംഭവം. പുളി ഉണ്ടാകുമ്പോൾ വേറെ ടേസ്റ്റ്, പൗത്ത വേറെ ടേസ്റ്റ്, അങ്ങനെയാണല്ലോ. പിന്നെ ഇതേമാതിരി അമ്മേൻ്റെ കുട്ടികളെ രാവിലെ മദ്രസക്ക് ഉണ്ടാക്കാൻ പോയപ്പോൾ കിട്ടിയാട്ട് ഈ ഒരു സംഭവം. ഇതെന്താ കായ് എന്നൊന്നും എനിക്കറിയില്ല, കണ്ടപ്പോൾ നല്ല രസമായിട്ടാണ്. അപ്പം ഞാൻ ആ കണ്ട രസത്തിൽ അങ്ങനെ പെറുക്കി പോന്നേന്നിട്ട് അവിടുന്ന്. അപ്പോൾ അതിങ്ങനെ നിൽക്കുമ്പോൾ ഇതേമാതിരി ചോന്ന വെള്ളം വരും കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ അത് നിൽക്കാൻ. ഇതിനുള്ളിലൊരു കറുത്ത കുരുവാണ്. പക്ഷെ എന്താ സംഭവം നാട്ടിന് ആർക്കെങ്കിലും അറിയുന്നുണ്ടോ ഒന്ന് പറഞ്ഞു തരുവേണ്ടി. നല്ല രസമുണ്ട് കാണാൻ, മേലൊക്കെ വെള്ളമായിട്ട് പിന്നെ അടിയൊക്കെ നല്ല ചോന്ന കുരുവായിട്ട് ഇട്ടാ. അങ്ങനെ പിന്നെ അയിമ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതേമാതിരി ഓല മദ്രസക്ക് ഉണ്ടാക്കി പോരുമ്പോൾ ഞാൻ ഈ ഇല നുള്ളിന്നിട്ടാ. അതെന്താ ഇല എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പണ്ട് ഞങ്ങൾ കുട്ടികളായിരുന്ന ടൈമിലൊക്കെ ഈ ഇല ഇതേമാതിരി മരത്തിൻ്റെ ഈ എന്താ മരുന്നിൻ്റെ മൂടി ഉണ്ടല്ലോ, ആ മൂടിയിട്ട് ഇതേമാതിരി ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ അപ്പം ചൂടാണ് പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കൂട്ടാ. എന്നിട്ട് ഞങ്ങൾ അപ്പാണെന്നൊക്കെ പറഞ്ഞ് കളിച്ചിരുന്നു. അതുപോലെ നമ്മൾ മണ്ണ് ഇങ്ങനെ ഒരു ചട്ടിയിൽ മണ്ണെടുക്കും, എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശക്കൊക്കെ മാവിട്ടല്ലോ എന്നാൽ മാതിരി ഇതിങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ എന്താ പറയുക ചളിവെള്ളമാക്കിയിട്ട് പിന്നെ വേറൊരു ചട്ടിയിൽ നിറച്ച് മണ്ണെടുക്കും. എന്നിട്ട് അതിൻ്റെ മേലേക്ക് എന്തെങ്കിലും സ്പൂണോ കൊള്ളിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ കലക്കിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെ അതിലത്തെ വെള്ളം വറ്റി വന്നിട്ട് ഈ മണ്ണുണ്ടല്ലോ, അതായത് നമ്മൾ ഒഴിച്ചെടുത്ത മണ്ണ് കട്ടായി നിൽക്കും. അപ്പോൾ ഇത് മണ്ണപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കളിച്ചിരുന്നിട്ടാ. അപ്പം ഞാൻ ഓൾക്ക് പറഞ്ഞു കൊടുക്കുന്നിട്ടാ, ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്ക്, ഇതൊരു അപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓൾക്ക് അത് ചെയ്തെടുത്തപ്പോൾ ഓൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അങ്ങനെ പിന്നെ ഓളായ ഇല മുഴുവൻ അങ്ങനെ നുറുക്കിയെടുത്തിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതാ ഇമ്മയും അമ്മായിയും ഒക്കെ കൂടെ തേങ്ങ പെറുക്കി കൂട്ടുന്ന തിരക്കാട്ടം. അപ്പം ഞാൻ ഇതേമാതിരി വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അമ്മായി ഇറന്ന് അടുത്തടുത്ത് പറഞ്ഞിട്ട് ചാക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക തുറപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എന്തായാലും ചാക്കിൻ്റെ അടിയിലാട്ടോ വലിയൊരു ചാക്കും ഉണ്ട്, അതിൽ കുറച്ച് തേങ്ങ ഇടാട്ടോ അല്ലേ. അങ്ങനെ ഓലെ തേങ്ങ പെറുക്കി കൂട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേമാതിരി 11:30 ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്കൊരു പൂതിട്ടോ പടുക്കൂട്ടാൻ തിന്നാൻ. അപ്പം ഞാൻ അങ്ങനെ ഇത് എന്താ പറയുക നമ്മളെ പൂള കൊണ്ടുവച്ചാൻ വേണ്ടി നിന്നപ്പം അമ്മ പറഞ്ഞു പൂള അവിടെ ഉണ്ടാവും ഒന്നുണ്ട് കാരണം കേട്ടോ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, ഒരു പൂള എന്നോട് പറഞ്ഞു എൻ്റെ പൂതിക്ക് തിന്നാളൊക്കെ ഉണ്ട് കാരണം. അപ്പം ഞാനതാട്ടി കർമ്മത്തിടാൻ വേണ്ടി തോട്ടി നോക്കിയപ്പോൾ തോട്ടില്ല. അങ്ങനെ പിന്നെ അയൽവാസിയിൽ പോയി തോട്ടിയൊക്കെ വേങ്ങി കൊടുന്ന് കർമ്മത്തിട്ടപ്പോൾ ആ വീണ നേരെ എൻ്റെ കാൽമൊക്കെ ഇട്ടാ. നല്ല വേദന ആയിട്ടാ, കാലിൻ്റെ നെരിയണിമക്കനെ നോക്കി വീണിട്ട ഒറ്റ കുത്തി തന്നെ 2 ചാടി. ഞാൻ വിചാരിച്ച് ഞാൻ കുത്തിയാലൊന്നും കൊയിനാടൂല, എന്തായാലും തോട്ടി കണ്ടെത്തിയപ്പോൾ സാധനം താഴത്തേക്ക് വീണിട്ടാ. അത് വീണ നേരെ കാലുമൊക്കെ നല്ല വേദനയായി, തന്നാളെ പൂതിയാണ് പോയി കിട്ടിയിട്ടാ. പിന്നെ എന്തായാലും ഇട്ടില്ല, ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ അമ്മമ്മ ഇപ്പം പിന്നെ തച്ചാട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി മുന്നിൽ ഒരുങ്ങിയിട്ടാ. പിന്നെ അതേമാതിരി ചേമ്പിൻ്റെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് തണ്ടെടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ചേമ്പിൻ്റെ 2 തണ്ട് പൊട്ടിച്ചെടുന്നു. അങ്ങനെ പൊട്ടിച്ച തണ്ടും ഇതൊക്കെ കൂടി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് മീൻ വണ്ടി വന്നിട്ടാ. അപ്പം എൻ്റെ പപ്പ പറഞ്ഞു വാ മീൻ വാങ്ങാൻ പോവാം, അത് വീഡിയോ എടുത്താ പറഞ്ഞിട്ടാ. അപ്പം മാഷാ അല്ലാ ഭയങ്കര സപ്പോർട്ടാട്ടോ പപ്പ മമ്മി അതെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോലെ വിളിച്ചിട്ടാ. അങ്ങനെ എന്തായാലും ഇപ്പപ്പാരെ വയ്ത്താലെ മീൻ വണ്ടി കാണാൻ പോയതാട്ടോ. കാരണം എന്താ തിരൂർ പോയതിന് ശേഷം അങ്ങനെ മീൻ വണ്ടി അങ്ങനെയൊന്നും അല്ലാതെ കാണൂല കേട്ടോ, റോട്ടിൽ കൂടി പോകും അങ്ങനെ വേങ്ങൂല. രാവിലെ രാത്രി കട കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ മീൻ വേങ്ങി വരാം അങ്ങനെ കേട്ടാ. അതേമാതിരി മീൻ പോയി വേങ്ങലോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പൊലിവായിട്ടാ. അപ്പം പപ്പ വിളിച്ചപ്പോൾ ഞാനും പപ്പാൻ്റെ വിത്താലെ വേഗം ചാടി ഇറങ്ങി വണ്ടിയിട്ടാ. എന്നാൽ വീഡിയോ എടുക്കുകയും ചെയ്യാം എനിക്കത് കാണുകയും ചെയ്യാമല്ലോ വെച്ചിട്ട്. പണ്ട് ഞങ്ങൾ കുട്ടികളായിരുന്ന ടൈമിലൊക്കെ അധികം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ കുട്ടികളായിരുന്ന ടൈമിൽ. അപ്പോൾ ഇങ്ങനെ മീൻ വണ്ടി വരുമ്പോൾ ഞങ്ങൾ ഈ മീൻ വണ്ടീൻ്റെ ചുറ്റാൻ നിൽക്കൂട്ടോ എല്ലാവരും കൂടി. എന്നിട്ട് അതിലത്തെ ഈ ഐസും കട്ട പെറുക്കി കൊടുന്ന് തിന്നു. എന്നിട്ട് എൻ്റെ അമ്മീട്ടൊക്കെ ചീത്ത അറിയിട്ട, ഈ ഐസും കട്ട വെച്ചാൽ നമ്മളന്ന് കുട്ടികളല്ലേ നമുക്കറിയില്ലല്ലോ അപ്പം അത് തിന്നാൻ പാടില്ല എന്നൊന്നും. അതുപോലെ അടുത്ത് കളിച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഓല് പറയും മണക്കൂല് എങ്ങനെയാണ് തിന്നണമെന്നൊക്കെ പറഞ്ഞ് ഓലിങ്ങനെ കളിയാക്കൂട്ടാ. പക്ഷെ അന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളാകുമ്പോൾ പലതും ഒപ്പിച്ച് വെക്കും. ആ ഒരു ഇതിൻ്റെ കൂട്ടത്തിലുള്ളൊരു വികൃതി എന്നിട്ട് ഈ ഐസും കട്ട തിന്നണ പരിപാടിയൊക്കെ.
അപ്പം ഇന്നിപ്പോൾ മീൻ വണ്ടീൻ്റെ അടുത്തൊക്കെ പോയപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടോ ഓർമ്മ വന്നു. അതിൽ മീൻ കട്ട സോറി ഐസും കട്ട കണ്ടപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും മീനൊക്കെ വേങ്ങി പോകുന്നുട്ടോ. ഈ മീനിൻ്റെ പേരെന്താണെന്ന് വെച്ചറിയില്ല. എൻ്റെ ഉപ്പ നല്ല വലുതാവണ ഒരു മീനാണിത്, ഇത് അതിന് കുട്ടികളാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടാ. എന്താ മീനിൻ്റെ പേര് എങ്ങനത്തെ മീനാണെന്നൊന്നും ഒക്കെ അറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കൊത്തിയിട്ട കർമ്മത്തി ഉണ്ടല്ലോ, ആ കൊത്തിയിട്ട കർമ്മത്തിയൊക്കെ കൂടി ഇതേമാതിരി കത്തിയിട്ട് ഇങ്ങനെ കറ കളയാൻ വേണ്ടി ഇതാക്കി കേട്ടോ. പക്ഷേ കറ നല്ല ചൊറിയുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കൈ നല്ല ചൊറിഞ്ഞീന്ന്. പിന്നെ അതുപോലെ പോടിയും പിന്നെ ചേമ്പുന്തണ്ടൊക്കെ കൂടെ പുറത്തേലിട്ടിട്ട് കൊലായ്മ മുറ്റത്ത് വന്നിട്ടാണ് അപ്പം ഇത് ചെയ്യണത്. കാരണം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പറഞ്ഞാൽ എന്താണ് ആകെ ആൾക്കാർ എപ്പോഴും ഉണ്ടാവുന്ന സ്ഥലം ഒന്നെങ്കിൽ അടുക്കള അല്ലെങ്കിൽ കൊലായി കേൾക്കാനായിട്ടാ. കാരണം റൂമുകളിലൊന്നും വല്ലാതെ ആരും ഇരിക്കില്ല, ഒക്കെ അതേമാതിരി പുറത്ത് കേൾക്കാനായിട്ട്. ഇനിയിപ്പോൾ പകലായാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും ഒക്കെ ഇങ്ങനെ കൊലായ്മ ഒരു സമ്മേളനം കേൾക്കാറ്. അപ്പം ഞാൻ മട ഇരുന്ന് നമുക്ക് ഇവിടെ കൊലായ്മ ഇരിക്കാറിട്ട് ഞങ്ങൾ കൊലായ്മ ഇരുന്നിട്ട് തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ മെയിൻ റോഡൊന്നുമല്ല കേട്ടോ, ഇങ്ങനെ ഉള്ളേരി റോഡാണ് കേട്ടോ. വണ്ടികളൊക്കെ പോകും വരികയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ അത് നോക്കണ്ടല്ലോ, നമ്മളിപ്പോൾ നമ്മളോടെ ഇരുന്ന് പണിയെടുക്കല്ലേ. ഞാൻ പിന്നെ എല്ലാവരും കൂടി കൊലായ്മ ഇരുന്നപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടി ഇതേമാതിരി ഇത് കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഞാനട്ടപ്പം ഉണ്ടാക്കുന്ന ആള്. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു അനക്കല്ലേ പൂതിച്ചന്നെ ഉണ്ടാക്കുക, ഞാൻ വീഡിയോ എടുത്ത് തരാറിട്ട് എൻ്റെ ക്യാമറമാൻ എൻ്റെ അമ്മയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടാ. അങ്ങനെ ഇതെന്താ പറയുക, കർമ്മത്തിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് മാറ്റി അവിടെ വെച്ച്. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ പൂള ചെത്തണ പരിപാടിയാണല്ലോ. അങ്ങനെ പൂള ചെത്തണ പരിപാടി കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ പൂള ഇങ്ങനെ കാട്ടാൻ നല്ല രസമുണ്ട് കേട്ടോ. ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇതൊന്നും. ഇതൊക്കെ ഇപ്പം എന്തായാലും ഏകദേശമൊക്കെ കുറേയൊക്കെ പഠിഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ച് വരുമ്പോൾ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് അങ്ങനെ ശീലമായിക്കോളും. നമുക്ക് എല്ലാം പഠിച്ചിട്ട് ആരും വന്നിട്ടില്ലല്ലോ. ഒക്കെ അതേമാതിരി അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ പഠിയണല്ലേ. പിന്നെ എനിക്ക് ഈ പടുകൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കണേട്ടോ എനിക്ക് ഇഷ്ടം. ചിലർ കാണും ഇങ്ങനെ തേങ്ങ അരക്കാതെ കേട്ടോ, അതൊക്കെ തീരെ ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കണേട്ടാ. അപ്പം അങ്ങനെ ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ടൊരു പൂതി പറയണം. അതും എൻ്റെ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മളമ്മമാരുണ്ടാക്കുന്നതിന് വേറെ ടേസ്റ്റാണല്ലോ. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തരാം ഇജ്ജ് ഉണ്ടാക്കിയാന്ന്. അങ്ങനെ അമ്മ എനിക്കങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്തായാലും ഉമ്മാൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടാ. അപ്പോൾ പൂളയാണെങ്കിൽ ചെറുതായിട്ട് നീളം കയറിയിരിക്കണം കേട്ടോ. അതായത് വെള്ളം കയറിയുണ്ടാവില്ല, കുഞ്ഞി കുഞ്ഞി വരാൾ അതിന്മേൽ കറുപ്പ്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും അതൊക്കെ ചെത്തി നോക്കി അതവിടെ മാറ്റി വെച്ചിട്ടാ. പിന്നെ നമ്മളെ ചേമ്പിൻ്റെ ഇതുണ്ടല്ലോ, എന്താ പറയുക ഇതിന്, ഈ ഒരു സംഭവം അതൊക്കെ ചെത്തി നുറുക്കി ഇലയൊക്കെ മാറ്റിയിട്ട്, ഇല ഒന്നും ഇപ്പോൾ നമ്മൾ എടുക്കണില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട്, തൊലി ഇപ്പോൾ മുഴുവൻ പോകണമെന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഇതേമാതിരി തൊലി കളയാനൊക്കെ നല്ല രസമല്ല. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇതിൻ്റെ തൊലി കളയാനും ഇതുപോലെ ഇങ്ങനെ ചെത്തിയിടാനും. പക്ഷേ ഇതിന് എന്താ പറയുക, എന്താ ഈ സാധനത്തിന് പറയുക, ഈ ചേമ്പിൻ്റെ തണ്ടിന് ഭയങ്കര ഒരു കട്ടിയുള്ള മാതിരി ഇട്ടാ. മറ്റേത് പറഞ്ഞാൽ വേഗം ചെത്തിയ വേഗം വേഗം പോരും ഇട്ടാ. പക്ഷെ ഇത് കുറച്ച് ഇങ്ങനെ കട്ടിയുള്ള മാതിരി തന്നെ. തൊലി ഇങ്ങനെ കീച്ചുമ്പോഴൊന്നും വല്ലാതെ കൊണ്ട് തൊലി പോരുന്നില്ല കേട്ടോ. അപ്പം അമ്മ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് തൊലി ആകുമ്പോൾ നിന്നോട്ടെ. അങ്ങനെ പിന്നെ എന്തായാലും ചേമ്പൊക്കെ ഞാൻ ചെത്തി നുറുക്കി ഉഷാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു പരിപാടി, ഇതിങ്ങനെ ചെത്തണ പരിപാടി നല്ല രസമുണ്ടല്ലേ കാണാൻ തന്നെ. ചെയ്യുമ്പോഴും നല്ല രസമാട്ടോ. നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഒന്നുകൂടി ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടും ഇതിങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ പിന്നെ ഇത്ര അടങ്ങാറായി ഉണ്ടാക്കണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ ഈ പടുകൂട്ടാൻ. ഇത് കുട്ടികളെ ഇന്ന ടൈമിൽ എനിക്ക് വല്ലാതെ പറ്റിയിരുന്നില്ല. പിന്നെ ഒന്നിങ്ങോട്ട് പുളിയാറൊക്കെ വെച്ചതിൻ്റെ ശേഷം ഇതേമാതിരി ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. അങ്ങനെയാണല്ലോ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്താ പറയുക ഫുഡൊക്കെ പിന്നെ നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ ഭയങ്കര പഞ്ചേക്കാരല്ല അതിനൊക്കെ. അങ്ങനെ പിന്നെ ആ പാങ്ങിൽ എപ്പോൾ വരുമ്പോഴും എൻ്റെ ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിച്ചിരുന്ന ഒരു സംഭവം കേട്ടോ ഇത്, ഈ പടുകൂട്ടാൻ. ഇത് ഉമ്മ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ തേങ്ങ ഒക്കെ അരച്ച് ചെറിയ ജീരകവും മുളകൊക്കെ തോനിട്ടല്ല എരിവുണ്ടാക്കും, നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഞാൻ വെറുതെ കൊണ്ടുനടന്ന് തിന്നും കേട്ടോ. അതുപോലെ ചിക്കൻ വരട്ടിയതും പിന്നെന്താ കുമ്പളങ്ങ കറി, പിന്നെ ബീഫ് ഇങ്ങനെ വരട്ടുള്ള കറുത്ത കളറിലാക്കിയിട്ട് കുറുക്കുറുന്നനാക്കിയിട്ട് അങ്ങനെ. പിന്നെ പൂളിയും ബീഫും, പൂളിയും പെട്ടിയിറച്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പം ഞാൻ അവിടുന്ന് ഇങ്ങനെ പങ്ക് ഇങ്ങോട്ട് പോരുന്നുണ്ട് അറിയുമ്പോൾ തന്നെ എൻ്റെ അമ്മയോട് അറിയട്ടെ എനിക്ക് ഉണ്ടാക്കി തരുമോ ഇത് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും ഇവിടെ വന്ന് അമ്മ ഉണ്ടാക്കി തരും ചെയ്യും. എൻ്റെ ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ളപ്പോൾ അങ്ങനെ തന്നെയാണ്. എനിക്ക് പൂതിയുള്ള എന്തായാലും വേഗം ഉണ്ടാക്കി തരും ചെയ്യും. ഞാൻ പോണതിൻ്റെ മുന്നേ ഒക്കെ പൂതിയുള്ളതൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ അതിന് പുറമെ വേഗം തരും ചെയ്യും കേട്ടോ. അതൊക്കെ ഒരു കാലം. ഇനി ഇൻഷാ അള്ളാ എൻ്റെ ഒപ്പം വന്നിട്ടേക്കാരം കേട്ടോ അതൊക്കെ നടക്കുള്ളൂ. കാരണം ഇങ്ങനെ പുറത്തുനിന്ന് നമുക്ക് അധികം ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് പോയി തീറ്റയൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോഴൊക്കെ നടക്കുക. ഇപ്പം ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് എന്തായാലും പുറത്ത് പോയി ഫുഡൊന്നും തിന്നൂലല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ എന്താ പറയുക പൂളിയും പിന്നെന്താ നമ്മളെ കർമ്മത്തിയും ചേമ്പിൻ്റെ തണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ കുക്കറിലിട്ടിട്ട്. അപ്പോൾ ആദ്യം പൂള അടിയിലിട്ട് അതിൻ്റെ മേലെ ഇട്ടാൽ മറ്റു സംഭവങ്ങളൊക്കെ ഇട്ട്
എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ വല്ലാതെ ഉപ്പോ എരിവും പുളിയൊന്നും പറ്റൂല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഇട്ടെടുത്ത്, ഇനി വേണമെങ്കിൽ അപ്പം ഇടാല വെച്ചിട്ടാ. അങ്ങനെ പിന്നെ കുറച്ച് ഉപ്പിട്ടെടുത്തിട്ട് പിന്നെ കുക്കറൊക്കെ മൂടി വെച്ച് അടുപ്പത്ത് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇതേമാതിരി തേങ്ങ അരക്കണമെങ്കിൽ തേങ്ങ നോക്കിയപ്പോൾ തേങ്ങ പൊളിച്ചില്ല പറഞ്ഞപ്പോൾ പാവം എൻ്റെ അമ്മമ്മ എനിക്ക് തേങ്ങ പൊളിച്ചില്ല കേട്ടോ. ഞാൻ തേങ്ങ പൊളിച്ചെന്ന് അമ്മമ്മ മുറിച്ചെന്ന്, ബാക്കി ഞാൻ അരി ചെയ്യുന്നിട്ടാ, അല്ല അരി സോറി എന്താ ചിരകി ചെയ്യുന്നിട്ടാ. ഈ തേങ്ങ ചിരകാനൊക്കെ ആദ്യം അറിയില്ലേനു കേട്ടോ. ഇപ്പം പിന്നെ എന്തായാലും പടിഞ്ഞിട്ടാ. ആദ്യം എനിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ, എന്താ പറയുക, തേങ്ങ ചിരക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്തോ റിസ്ക് പിടിച്ച പണിയിട്ടായിരുന്നു കേട്ടോ തോന്നിയത്. ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ഒരു ഇതുണ്ടാവും, എന്നാലും കുഴപ്പമില്ലാതെ തേങ്ങ ഒക്കെ ചിരകും കേട്ടോ. പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ മെഷീനൊന്നുമല്ലല്ലോ, വിചാരിച്ചുമ്പോഴത്തേന് തേങ്ങ ചിരകി കൈക്കൊക്കെ കിട്ടാൻ. അപ്പം ഇങ്ങനെ എന്തായാലും തേങ്ങ ഒക്കെ ചിരകാൻ പഠിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ അമ്മമ്മയുടെ ഇറങ്ങൾ തൊളിച്ചെന്നാൽ മതി, ഞാൻ ഇങ്ങനെ തേങ്ങ ചിരകിക്കോളാറ് കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ ചിരകി എന്നിട്ട് നിന്ന് എൻ്റെ കൂട്ടാൻ കാത്തിട്ട് എൻ്റെ പപ്പ അവിടെ കൊലയുമ്പോൾ കാത്ത് കേട്ടോ. നേരെ 12:30 ആയിട്ടും എൻ്റെ കൂട്ടാനൊന്നും ആയിട്ടില്ല. ബാങ്ക് കൊടുക്കുമ്പോഴാട്ടോ തേങ്ങ മുറിച്ചിടേ തന്നെ. അപ്പോൾ എൻ്റെ പപ്പ പറയുന്നത്, ഇനി പണ്ട് കൂട്ടാൻ കൂട്ടിയിട്ട് ഇനി എങ്ങനെയെങ്കിലും ചോറ് തിന്നാൻ പറ്റും കേട്ടോ. കാരണം ഞാൻ തേങ്ങ ചിരകണുള്ളൂ. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടും വന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. കാരണം വീഡിയോ എടുക്കലും പിന്നെ നമ്മൾ ഉണ്ടാക്കലും ഒക്കെ കൂടി നടക്കുമ്പോൾ കുറച്ച് നേരം വൈകുമല്ലോ. മറ്റേത് നമ്മൾ വേഗം പണി കഴിച്ചാൽ നോക്കലേ, കാരണം ഇത് വീഡിയോ എടുക്കലൊക്കെ കൂടെ നടക്കണമില്ല. അങ്ങനെ പിന്നെ എന്തായാലും അതിൻ്റെ ഇടയിൽ ഓലെല്ലാവരും അവിടെ കൊലയും നിന്നിട്ട് ഞാനും എൻ്റെ അമ്മമ്മയും ഇവിടെ അടുക്കളയിൽ ഇതുണ്ടാക്കുന്ന തിരക്കി നിന്നിട്ട് അമ്മമ്മ അവിടെ എന്തോ തിരുമ്പി എന്നിട്ടാ. എനിക്ക് തേങ്ങ തൊളിച്ചെന്നിട്ട് അമ്മമ്മ തിരുമ്പാൻ പോയി. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ നിന്ന് തേങ്ങ ഇതാക്കുക. അപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞ്, ഞാൻ ഇന്നിങ്ങനെ തേങ്ങ ചിരകണ കണ്ടപ്പോൾ പപ്പ വന്ന് നോക്കിയിട്ടാ. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇതൊന്നും ആയിട്ടില്ലാന്ന് കണ്ടപ്പോൾ പപ്പ ചോറ് തിന്ന്, എന്താ കുമ്പളങ്ങ കറിയോ എന്തോ ഉണ്ടായി എന്നിട്ട് അവിടെ. കറിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ഈ കൂട്ടുണ്ടായ കാരണം ഞാൻ കറിയൊന്നും എടുക്കാൻ പോയിട്ടില്ല. അപ്പോൾ പപ്പ ആ കറിയും പിന്നെ എന്താ സമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി പപ്പ ചോറിന് നീച്ചു പോയിട്ടാ. ഇപ്പം പറഞ്ഞു എൻ്റെ കൂട്ടാൻ എനിക്ക് വൈകുന്നേരത്തിന് മതി പറഞ്ഞിട്ട്, കാരണം പപ്പാക്ക് തേങ്ങ ഇട്ടാൽ വേണ്ട പറഞ്ഞ്. അപ്പോൾ കുക്കറിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ആയിട്ടുമില്ല. അത് സംഭവം ആയാലല്ലേ പപ്പാക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും അത് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പപ്പ ചോറ് തിന്നിട്ട് പപ്പ കിടക്കാനും പോയി. ഞാനും പിന്നെ അത് ഉണ്ടാക്കുന്ന തിരക്കിന്ന് കേട്ടോ. അമ്മമ്മ അപ്പുറത്ത് തിരുമ്പണുണ്ട്. പിന്നെ എൻ്റെ അമ്മയും അനിയത്തികളും പോലെ എല്ലാവരും കൂടി അവിടെ കൊലയും മീൻ കേട്ടോ. അങ്ങനെ പിന്നെ പപ്പ പോയില്ല. അപ്പോൾ പിന്നെ ഞാൻ അക്കത്തിൽ നിന്ന് ഇങ്ങനെ ചിരകട്ടെ. അപ്പം എന്താ സംഭവിച്ചാൽ കറണ്ട് ഇല്ല. വേഗം സ്പീഡിൽ ചിരകിയിട്ടും കാര്യമില്ലല്ലോ, നമുക്ക് കയ്യിലിട്ട് തിരിച്ചാൻ പറ്റില്ലല്ലോ. കറണ്ട് വന്നാലല്ലേ നമുക്ക് ജാറിലിട്ട് തിരിച്ചാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും തേങ്ങ ഇങ്ങനെ ചിരകി പകുതി ആയപ്പോൾ ഇതേമാതിരി കറണ്ട് വന്നിട്ടാ. അപ്പം ഉമ്മ പറഞ്ഞു, ഇനി വേഗം അരക്കാൻ നോക്കിക്കാറ്. അങ്ങനെ പിന്നെ ഇങ്ങനെ എന്താ പറയുക, ചിരകി തേങ്ങ കൂടെ എടുത്തിട്ട് ജാറൊക്കെ ഇടുക കേട്ടോ. അതിൻ്റെ ഇടയിലുണ്ട് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളായിരുന്നു കേട്ടോ, ഐഫ് നട്ടോളെ പേര്. അപ്പോൾ ഓള് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ടേസ്റ്റ് നോക്കാം കേട്ടോ. പിന്നെ ഓള് ഇതേമാതിരി തന്നെ സഹായിച്ചാൻ കൂട്ടിയിട്ട് ചുളിക്കൂടെ ഓളെ തൊള്ളേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഇങ്ങനെ ചിരകിയത് ഈ വൈക്ക് കൊട്ടാൻ നോക്കും, ഓളിങ്ങനെ നുള്ളി പെറുക്കി തിന്നാൻ നോക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേമാതിരി മറ്റേ സാധനങ്ങൾ എടുക്കാൻ പോയപ്പോൾ ഓൾക്കുള്ള പരിപാടി ഇതാട്ടാ. എന്താ സ്നേഹമല്ലേ, ആ കാട്ടിക്കൂട്ടലെ കണ്ടാൽ തോന്നുന്നു ഭയങ്കര സഹായിയാണ് എന്നിട്ടാ. ചുളിയിൽ ഓളെ തൊള്ളിക്കും പള്ളിക്കും പോകണമുണ്ട്. അങ്ങനെ പിന്നെ എന്തായാലും തേങ്ങ ഒക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ചെറുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ അതേമാതിരി കുറച്ച് വേപ്പിൻ്റെ ഇലയും. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഇങ്ങനെ വേപ്പിൻ്റെ ഇലേൻ്റെയും എരിവും ഒക്കെ നല്ല എടുത്ത് വെച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ അത്. കാര്യമായിട്ട് ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചെറിയ ജീരകവും നല്ല എരിവും പിന്നെ ഈ എന്താ പറയുക വേപ്പിൻ്റെ ഇലേൻ്റെ ചുവ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടാ. അങ്ങനെ അതൊക്കെ കൂടി ഒഴിച്ചെടുത്തിട്ട് പിന്നെ ഞാനത് അരക്കാൻ പോയ ടൈമിക്കൊക്കെ എന്താ പറയുക, നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വന്ന് സെറ്റായി വന്നിക്കണം കേട്ടോ. പിന്നെ വേഗം പോയി അരച്ച്, അല്ലെങ്കിൽ കറണ്ട് പോകും. കറണ്ടിനാണേലും ഒരു കളി കേട്ടോ. മഴക്കാറുള്ളൂ, മഴ പെയ്യണില്ല, വെയിലോട്ടുണ്ടേനും. അങ്ങനെ അതായത് ഇങ്ങനെ നമ്മളെന്താ കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയുന്ന മാതിരി ഇരുണ്ട് പിടിച്ചിട്ട് പിന്നെ വെയിൽ വരും. അങ്ങനെയൊക്കെ കൂടെ ഒരു കഥ. കറണ്ടാണെങ്കിൽ ആ ഇരുട്ടായി വരുമ്പോഴൊക്കെ കറണ്ട് പോവുകയും ചെയ്യും, എന്നിട്ടോ മഴ പെയ്യണമില്ല. അങ്ങനെയൊക്കെ കൂടെ എന്തായാലും വേഗം തേങ്ങ ഒക്കെ ചിരകി സെറ്റാക്കി ഒഴിച്ചപ്പോൾ എൻ്റെ അമ്മ ടേസ്റ്റ് നോക്കാൻ തന്നാട്ടോ. ഉപ്പിട്ടിട്ട് ഉപ്പുണ്ടോ നോക്കാൻ തന്നതാ, കൈ പൊള്ളി. അങ്ങനെ പിന്നെ ഞാൻ ഇതേമാതിരി എന്താ പറയുക, ഉരുളക്കിഴങ്ങിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ തിന്ന് പിന്നെ അച്ചാറൊക്കെ തിന്ന് ഇല വെട്ടാൻ പോയിട്ട് എനിക്കൊരു പൂതി വാഴൻ്റെ ഇലയിൽ തിന്നാനും. അങ്ങനെ വാഴൻ്റെ ഇലയൊക്കെ വെട്ടി കൊടുന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് ചോറും ഇട്ട് പിന്നെ ആ സമ്മന്തി എന്താ വെച്ചാൽ ചെറുള്ളി പിന്നെ നമ്മളെ ചീനമുളകൊക്കെ കൂടി അരച്ച സമ്മന്തി കേട്ടോ. എൻ്റെ അമ്മമ്മ ചോറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടാ. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ആ ഒരു സമ്മന്തി, എല്ലാ എരിവുണ്ട്. അപ്പോൾ ഇതിൽ കൂട്ടി കുഴച്ചത് നല്ല രസമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അതൊക്കെ കൂടെ എടുത്തിട്ട് ഇതിലേക്ക് കൊടുന്ന് കൊട്ടിയിട്ടാ.
ഓലൊക്കെ കുറച്ചെടുത്തിട്ടുള്ളൂ. എനിക്ക് പിന്നെ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് തോനെ സമ്മന്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും അതിലേക്കൊരു മീനും വെച്ചെടുത്ത്. പിന്നെ മീൻ എനിക്ക് വല്ലാതെ അതിൽക്കണ്ട് പോയില്ല കേട്ടോ. കാരണം എനിക്ക് ഈ പടുകൂട്ടാൻ ഉണ്ടെങ്കിൽ തന്നെ പള്ളർച്ച് ചോറുന്നാൻ വയ്ക്കൂട്ടാ. അപ്പോൾ പിന്നെ എന്തായാലും ഒരു രസത്തിന് ഇരുന്നോട്ടെ, ഒരു ഷോക്ക് വേണ്ടിയിട്ട് മീൻ അവിടെ തൽക്കാൻ പുറത്തേനെ കൊടുന്ന് വെച്ചിരിക്കണം. അങ്ങനെ പിന്നെ സമ്മന്തിയും പടുകൂട്ടാനും മീനൊക്കെ കൂട്ടി ചോറൊക്കെ തിന്ന് ഒന്ന് ഉറങ്ങി വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ പെരേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.